അപ്പോൾ ഇത്രയും വലിയൊരു ബോക്സ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണുമല്ലേ? അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഇന്നത്തെ മെയിൻ ഉദ്ദേശം അതല്ല, നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ടാണ്. നമ്മൾ 2 പേർക്കാണ് ഗിവ് അവേ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 പേരുടെയും റിസൾട്ട് ഈ ലോങ് വീഡിയോയിൽ അവിടെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. 1000 പേരില്ലേടാ. അപ്പൊ അത്യാവശ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി. ആരെ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളതൊന്ന് തെരഞ്ഞു പറക്കിയിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അന്ന് 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് തെരഞ്ഞെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിലും ഈസി ആയിരുന്നു. പക്ഷെ സാരമില്ല, അവസാനം നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 2 പേരെ. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു റാക്കാണ്. 2500 ആ ഒരു രൂപയുടെ റേഞ്ചിനകത്താണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇരുമ്പും പ്ലൈവുഡും ആണ് കേട്ടോ. ഇരുമ്പ് നല്ലതാണ്. അത് മാത്രമല്ല അതിന്റെ പെയിന്റ് എന്ന് വെച്ചാൽ നല്ല മാറ്റ് ഫിനിഷ് ആണ്. കൂടാതെ ഇതിനകത്തൊരു ഹാമറും കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ഈ ആണി അങ്ങനത്തെ ഒന്നിന്റെ ആവശ്യമില്ല. ഇതിനകത്തുള്ള ഈ ഹാമർ കൊണ്ട് തന്നെ ഈ കാണുന്ന ഹോൾസ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇതിൽ തന്നിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി. നല്ല ബലമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് നമ്മൾ പെട്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ. എടുക്കാനും നല്ല എളുപ്പമാണ്. അവർ എടുക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് തന്നെയാണ് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. നല്ല ഓർഡറിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല ഇതിന്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇരുമ്പ് സാധനങ്ങളാണല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി ചെയ്ത് നാശകോശമാവാൻ വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് അവർ പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്ത് നല്ല പോലെയാണ് ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു കണക്ടറാണ് കേട്ടോ. ഇങ്ങനത്തെ 4 കണക്ടേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ വലിയ കമ്പികളുണ്ട്, പിന്നെ ചെറിയ കമ്പികളുണ്ട്, പിന്നെ നീളത്തിന് വെക്കുന്ന വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെക്കുന്നത് 2 തരത്തിലുള്ള കമ്പികളുണ്ട്. പിന്നെ നടുക്കുള്ള പലകയ്ക്ക് പകരം പ്ലൈവുഡ് ആണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലൈവുഡ് കഷ്ണങ്ങളായിരുന്നു. 5 നിലയുള്ള റാക്കുകളാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ വെച്ചാൽ മതി. ഞാനാണ് കേട്ടോ വെച്ചത്. നല്ല ഈസി ആയിരുന്നു. ഇനിയാണ് നമ്മുടെ ചടങ്ങ്. നമ്മുടെ ഗിവ് അവേയുടെ ഫസ്റ്റ് വിന്നർ ആസിഫ് എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ആ അക്കൗണ്ടിലുള്ള ആള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്റെ ഈ ക്യൂട്ടി ക്രാഫ്റ്റിന്റെ കൂടെ കാണുന്ന ആ ജിമെയിലിലോട്ട് മെയിൽ ചെയ്യുക. മെയിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് പ്രത്യേകിച്ച് വേണം കേട്ടോ. കാരണം ഞാൻ പോസ്റ്റ് വഴിയൊക്കെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് അയച്ചു തരിക. ഇൻ കേസ് നിങ്ങൾ അയക്കാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗിവ് അവേ സമ്മാനം മറ്റാർക്കെങ്കിലും കൊടുക്കും. അത് വേറൊരു വീഡിയോയിലായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഗിവ് അവേക്കും ചെയ്യുന്നത്. അവർ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ചു കഴിഞ്ഞാൽ ഈ സമ്മാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കും. ആകെ 7 ഡേയ്സ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. കാരണം പലരും വീഡിയോയ്ക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യും, ചേച്ചി അത് ചെയ്യോ, ചേച്ചി ഇത് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മളത് ചെയ്ത് ഏകദേശം അതിനുശേഷം ഒരു 10-15 വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ആ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ താഴത്ത് വന്ന് കമൻറ്റ് ഇടും, ചേച്ചി ഇതുവരെ അത് ചെയ്തില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത്. നമ്മൾ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ വച്ചിട്ടായിരിക്കും ഇത്തരം വീഡിയോയ്ക്ക് പുറകെ പിള്ളേർ കമൻറ്റ് ചെയ്തേക്കാമെന്ന് വെക്കുന്നത്. അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന സമയത്ത് അവരിത് കാണത്തുമില്ല. മറ്റ് വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ചേച്ചി ഇതുവരെയും ഞാൻ പറഞ്ഞത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണൂലേ എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് ഞാൻ സീരിയസ്ലി പറയുന്നത്. ആർക്കും എന്നോടൊരു ദേഷ്യം തോന്നരുത്. അപ്പോൾ ഗിവ് അവേ സമ്മാനം കിട്ടുന്നവർ മസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ജിമെയിലിലോട്ട് നിങ്ങൾ അഡ്രസ്സ്, ഫോൺ നമ്പർ, പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേരോ എന്താണെന്ന് വെച്ചാൽ പറയണേ. സെക്കൻഡ് വിന്നറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹൃദയ എസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് ആ പ്രൊഫൈൽ പിക്ക് സഹിതം കാണിച്ചു തരുന്നത് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫൈനൽ ലുക്കുമായി 2 റിസൾട്ടുമായി. ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ ഈ വക സാധനങ്ങളൊന്നും വയ്ക്കാനല്ല, തുണികളുടെ ബാഗ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഒരുപാട് ഗിവ് അവേകൾ ഉണ്ടായിരിക്കും കേട്ടോ.